പശ്ചിമേഷ്യയിൽ അംഗബലത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സൈനിക ശേഷിയുള്ള രാജ്യമാണ് ഇറാൻ. എന്നാൽ ആയുധ സാങ്കേതിക വിദ്യയിലും വ്യോമ പ്രതിരോധത്തിലും ഇസ്രയേലിനെ വെല്ലാൻ ഇറാന് സാധിക്കില്ല. ഇരു രാജ്യങ്ങളുടെയും ആയുധ സൈനിക ശേഷി നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. ഇസ്രയേലിന്റെ സജീവ സേനയുടെ എണ്ണം എന്ന് പറയുന്നത് 1,76,500 കരുതൽ സേന 4,65,000 അർദ്ധ സൈനികർ 35,000 ആകെ സൈനികരുടെ എണ്ണം എന്ന് പറയുന്നത് 6.7 ലക്ഷമാണ്. ഈ ആകെ സൈനികരുടെ എണ്ണം ഒരു ഏകദേശ കണക്കാണ്. സൈന്യത്തിന്റെ വലിപ്പം ഇറാനെ അപേക്ഷിച്ച് എണ്ണത്തിൽ കുറവാണെങ്കിലും കൃത്യതയോടെ ആക്രമണം നടത്താൻ പോകുന്ന മികവുള്ള മിസൈലുകൾ ഇസ്രയേലിന്റെ പക്കലുണ്ട്. അവയുടെ കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. ആകെ വിമാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 612 യുദ്ധവിമാനങ്ങൾ 241 F-15, F-16, F-35 ഉൾപ്പെടെയുള്ള 241 യുദ്ധവിമാനങ്ങളാണ് ഇസ്രയേലിന്റെ പക്കലുള്ളത്. ഇതിനു പുറമെ 146 ഹെലികോപ്റ്ററുകൾ, മെർക്കാവ ടാങ്കുകളടക്കം 1370 ടാങ്കുകൾ കൂടി ഇസ്രയേലിന്റെ പക്കലുണ്ട്. കവചിത വാഹനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 43,000 സ്വയം നിയന്ത്രിത തോക്കുകൾ എന്ന് പറയുന്നത് 650 പീരങ്കികളുടെ എണ്ണം എന്ന് പറയുന്നത് 523 ലോകത്തെ തന്നെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രയേൽ. അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, ആരോ, പാട്രിയറ്റ് അങ്ങനെ കൃത്യതയോടെയുള്ള പ്രതിരോധ സംവിധാനമാണ് പ്രധാന സവിശേഷതകൾ. നമ്മൾ പറഞ്ഞു ഇസ്രയേലിന്റെ പക്കലുള്ള പീരങ്കികളുടെ എണ്ണം 523. കാർവെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 7. അതായത് ചെറിയ യുദ്ധക്കപ്പലുകളെയാണ് ഈ കാർവെറ്റ് എന്ന് പറയുന്നത്. അന്തർവാഹിനികളുടെ എണ്ണം 5, പെട്രോൾ ബോട്ടുകളുടെ എണ്ണം 45. ഇങ്ങനെയൊക്കെയാണ് ഇസ്രയേലിന്റെ പക്കലുള്ള കണക്കുകൾ. ഇനി ഇറാന്റെ ആയുധ സൈനിക ശേഷിയുടെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. വലിയ സൈനിക ശേഷിയും മിസൈലുകളും ഉള്ള രാജ്യമാണ് ഇറാൻ. സജീവ സേനയുടെ എണ്ണം എന്ന് പറയുന്നത് 6,10,000. അതായത് ഇസ്രയേലിനുള്ളത് 1,76,000 ആണെങ്കിൽ ഇവിടെ ഇറാന്റെ പക്കലുള്ളത് 6 ലക്ഷത്തിൽ കൂടുതൽ സൈനികരാണ്. കരുതൽ സേന 3,50,000 കരുതൽ സേനയാണ് ഉൾപ്പെടുന്നത്. അർദ്ധ സൈനികരുടെ എണ്ണം എന്ന് പറയുന്നത് 2,20,000. അടിച്ചമർത്തപ്പെട്ടവരുടെ വളണ്ടിയർ ഫോഴ്സ് എന്ന പേരിൽ രൂപീകരിച്ച ഒരു വളണ്ടിയർ ഫോഴ്സാണ് ബസീജ്. ഈ ബസീജ് ഉൾപ്പെടെയുള്ള അർദ്ധ സൈനികരുടെ എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ആകെ സൈനികരുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ 11.8 ലക്ഷമാണ് ആകെ സൈനികരുടെ എണ്ണം. ഇത് ഒരു ഏകദേശ കണക്കാണ്. ഇറാന്റെ പക്കലുള്ള യുദ്ധവിമാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 551. വിമാനങ്ങൾ 551, യുദ്ധവിമാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 186. ഹെലികോപ്റ്ററുകൾ 129. ഇതിൽ തന്നെ തീയിലിറങ്ങാൻ ശേഷിയുള്ള അറ്റാക്ക് ഹെലികോപ്റ്ററുകളുണ്ട്. അവയുടെ എണ്ണം 13. ടാങ്കുകളുടെ എണ്ണം 1996. കവചിത വാഹനങ്ങളുടെ എണ്ണം, സുരക്ഷിതമായ കവചിത വാഹനങ്ങളുടെ എണ്ണം 65,000. റോക്കറ്റ് ലോഞ്ചുകളുടെ എണ്ണം 775. പീരങ്കികൾ 2,462. ഫ്രിഗേറ്റുകൾ, അതായത് ഒരു തരം യുദ്ധക്കപ്പലാണ്, അവയുടെ എണ്ണം 7. അന്തർവാഹിനികൾ 3, പെട്രോൾ ബോട്ടുകൾ 19 എന്നിങ്ങനെയാണ് കണക്ക്. ഇപ്പോൾ നടക്കുന്ന ആക്രമണ പ്രത്യാക്രമണങ്ങളിൽ US-ന്റെ അകമഴിഞ്ഞ പിന്തുണ എന്തായാലും ഇസ്രയേലിന് മേൽക്കൈ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സൈനിക ശക്തി വെളിവാക്കുന്ന ഗ്ലോബൽ ഫയർ ഇൻഡെക്സിൽ ഇസ്രയേൽ 15-ാം സ്ഥാനത്തും ഇറാൻ 16-ാം സ്ഥാനത്തുമാണുള്ളത്.